ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 2025 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ PSC ഈ ഒരു 2-3 മാസം ഒരുപാട് പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് പാർട്സും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. ഒഡീഷയെ പറ്റി പിന്നെയും PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സുഭദ്ര പദ്ധതി വനിതകൾക്കായിട്ട് ഉള്ള പദ്ധതിയാണ്. ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന്? ഒഡീഷയാണ്. അതുപോലെ ഒഡീഷയെ പറ്റി വേറെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കുകയാണ്. സംസ്ഥാനത്തെ കർഷകരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. ഒഡീഷയിലെ കർഷകരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് CM കിസാൻ യോജന. CM കിസാൻ യോജന ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കും. ഒഡീഷയാണ്. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും ഒഡീഷയാണ്. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യന്, ഒഡീഷയിലെ 4ാമത്തെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് നാമനിർദ്ദേശം ചെയ്തത് ഗുപ്തേശ്വർ വനമാണ്. ഗുപ്തേശ്വർ വനമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ്? ശാസ്താംപാറയിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശാസ്താംപാറ. ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി കേരളത്തിലെയാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? 100 കാർഷിക ജില്ലകളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കർഷകർ, അതുപോലെ വിളവ് കുറവ് ലഭിക്കുന്ന കൃഷിയിടങ്ങളുള്ള കർഷകർ, അവരെയൊക്കെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇതിനു വേണ്ടി 100 കാർഷിക ജില്ലകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബജറ്റിൽ പിന്നെ നമ്മൾ ഇനി നോക്കേണ്ടത് ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രതിമാസം ശരാശരി 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ശമ്പളമുള്ള വർഗത്തിന് പ്രതിവർഷം 12.25 ലക്ഷം രൂപ വരെ വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതുക്കിയ ആദായ നികുതി സ്ലാബുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് PSC ചോദിച്ചിട്ടുണ്ട്. 0 മുതൽ 4 ലക്ഷം വരെ 0%, 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%മാണ് നികുതി സ്ലാബുകൾ. ഈ ആദായ നികുതി സ്ലാബുകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 0, 5, 10, 15 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് 5ൻ്റെ മൾട്ടിപ്പിളാണ്, 25% വരെയാണ്. അതുപോലെ മറ്റേത് 4ൻ്റെ മൾട്ടിപ്പിളുമാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. രാംനാഥ് കോവിന്ദാണ്. ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതിൻ്റെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് അർജുൻ മേഘ്വാളാണ്. അതുപോലെ 129ാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. കേന്ദ്ര മന്ത്രിസഭ ഇത് അംഗീകരിക്കുന്നത്, ഈ ഒരു ബില്ല് അംഗീകരിക്കുന്നത് 2024 ഡിസംബർ 12-നാണ്. നമുക്കറിയാം, നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. ഇവിടുത്തെ എല്ലാം ലോക്സഭയിലേക്കുള്ളതും അതുപോലെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ളതുമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരേ സമയം നടത്തുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരാശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട്, ഇതിനെപ്പറ്റി പഠിച്ച്, ഈ ഒരു ആശയത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ഇനി ഓപ്ഷൻ നോക്കുമ്പം ജ്ഞാനേഷ് കുമാർ കൊടുത്തിട്ടുണ്ട്.
ജ്ഞാനേഷ് കുമാറിനെ പറ്റി PSC ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. 2025 ഫെബ്രുവരി 19 അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഇതും സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഡേറ്റ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻസ് നോക്കുമ്പോൾ കാർല കേവ്, ബോറ കേവ്, ഇത് രണ്ടും ഇന്ത്യയിലെ ഗുഹകളാണ്. കാർല മഹാരാഷ്ട്രയിലും ബോറ കേവ് ആന്ധ്രാപ്രദേശിലുമുള്ളതാണ്. ബാക്കി 2 ഓപ്ഷൻസ് നോക്കുമ്പോൾ വൈറ്റ് സ്കാർ കേവ്, അത് UK-യിലുള്ളതാണ്. പിന്നെയുള്ളത് റൈസിംഗ് സ്റ്റാർ കേവ് ആണ്, അതാണ് ദക്ഷിണാഫ്രിക്കയിലുള്ള ഗുഹ. അപ്പോൾ ഇവിടെയാണ് അടുത്ത കാലത്തായിട്ട് ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ D ആണ് ആൻസർ, സുനിത വില്യംസ്. നമ്മൾ സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രയൊക്കെ കണ്ടു. അപ്പോൾ അവർ തിരിച്ചെത്തിയത് 2025 മാർച്ച് 18 അപ്പോൾ നമ്മൾ മുടിയൊക്കെ ശ്രദ്ധിച്ചിരുന്നു, മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയല്ലായിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവരെ വിശേഷിപ്പിച്ചതാണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന്. ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിൽ 2024 ജൂൺ 5 സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. 286 ദിവസമാണ് അവർ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചത്. പിന്നീട് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ 10 എന്ന പേടകത്തിൽ തിരികെ എത്തി 2025 മാർച്ച് 18 അവർ തിരികെ എത്തുന്നത്. 608 ദിവസമാണ് സുനിത വില്യംസ് മൊത്തത്തിൽ ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പെഗി വിൽസൺ ആണ്. അത് 675 ദിവസമാണ്. അതും ദിവസം എടുത്ത് PSC ചോദിച്ചിട്ടുണ്ട്. 3 ദൗത്യങ്ങളിലായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പെഗി വിൽസൺ ആണ്. ഇത് വനിതകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഒലെഗ് കൊനോനെങ്കോ ആണ്. അദ്ദേഹം 1110 ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. 1110 ദിവസവും 14 മണിക്കൂറുമാണ്. റഷ്യൻ സഞ്ചാരിയാണ് എന്ന് ഓർത്തിരിക്കുക. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായിട്ട് പരീക്ഷിച്ച 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഓപ്ഷൻ A ആണ് ആൻസർ, SDH-01 ആൻഡ് SDH-02. ഓപ്ഷനിൽ വേറെ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. SDH-01ൻ്റെ വേറൊരു പേരാണ് ചേസർ, SDH-02ൻ്റെ വേറൊരു പേരാണ് ടാർജറ്റ്. അപ്പോൾ ചേസർ ആൻഡ് ടാർജറ്റ് എന്ന് കൊടുത്താലും ശരിയാണ്. അപ്പോൾ ഇത് വിക്ഷേപിക്കുന്നത്, സ്പാഡക്സ് വിക്ഷേപിക്കുന്നത് 2024 ഡിസംബർ 30 PSLV-C-60 എന്ന ലോഞ്ചിങ് വെഹിക്കിളിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഈ ഡോക്കിങ്ങിന് വേണ്ടിയാണല്ലോ. അപ്പം ഡോക്കിംഗ് നടക്കുന്നത് 2025 ജനുവരി 16 ഇതിൻ്റെ അൺഡോക്കിംഗ് നടന്നത് 2025 മാർച്ച് 13 ഇനി സ്പാഡക്സ് മിഷൻ ഡയറക്ടർ ആരാണ് ചോദിക്കാം? M ജയകുമാർ ആണ്. അതുപോലെ പ്രോജക്റ്റ് ഡയറക്ടർ N സുരേന്ദ്രനുമാണ്. മിഷൻ ഡയറക്ടർ M ജയകുമാർ, അതുപോലെ പ്രോജക്റ്റ് ഡയറക്ടർ N സുരേന്ദ്രനാണ്. തിരിഞ്ഞു പോകരുത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ സ്പാഡക്സ് വിക്ഷേപിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു. ഇതിൻ്റെ ഡോക്കിംഗ് സമയത്തും അൺഡോക്കിംഗ് സമയത്തുമുള്ള ISRO ചെയർമാൻ V നാരായണനുമാണ്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? ഓപ്ഷൻ D ആണ് ആൻസർ, സുഖ്ജിത് സിംഗ്. 2024 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയത് 4 പേരാണ്. D ഗുഗേഷ് ചെസ്സാണ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റാണ്, മനു ഭാക്കർ ഷൂട്ടിങ്. അപ്പോൾ ഇതിൽ പ്രവീൺ കുമാറാണ് ഇവിടെ കൊടുക്കാത്തത്, അതിന് പകരം സുഖ്ജിത് സിംഗിനെയാണ് കൊടുത്തത്. ഇദ്ദേഹം ഹോക്കി പ്ലെയറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ടീമിലുണ്ടായിരുന്ന വ്യക്തിയാണ്. 2024 ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ C
വനസംരക്ഷണമാണ് ആൻസർ. അടുത്തത് 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5-നാണ്. 2025 പ്രമേയം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഇതിന് ആതിഥേയ രാജ്യം ചോദിക്കാറുണ്ട്. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. ലോക പരിസ്ഥിതി ദിനം 2025 ആതിഥേയ രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ്. ജൂൺ 23-നാണ്. ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. 2024 പ്രമേയം ലെറ്റസ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ലെറ്റസ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ആണ് 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം. ജൂൺ 23-നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ഇനി നോക്കുന്നത് ചോദിച്ചതാണ് ലോക ജലദിനം 2025 പ്രമേയം ചോദിച്ചു. ലോക ജലദിനം മാർച്ച് 22-ആണ്. 2025 പ്രമേയം ഹിമാനി സംരക്ഷണം. ഹിമാനി സംരക്ഷണമാണ് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ലോക ആരോഗ്യ ദിനം എന്നാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ആണ്. 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ആണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ലോക ഭൗമദിനം എന്നാണ്. ഏപ്രിൽ 22-ആണ്. അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. അവർ പവർ അവർ പ്ലാനറ്റ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. 5 വാക്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. ശരിയാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025 പ്രതിപാദം. 2025 പ്രമേയമല്ല ഇത്. ഇത് 2024 ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 2024 പ്രമേയമാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയതാണ്. ശരിയാണ്. ഇത് ചൊവ്വ ഭ്രമണപഥ ദൗത്യത്തിൻ്റെ വിജയസൂചകമായിട്ടുള്ള ആചരണമാണ്. തെറ്റാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1, 3, 5 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. 2, 4 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്തതായിട്ട് ചന്ദ്രയാൻ 3-നെ പറ്റി അടുത്തിടെ ചോദിച്ചത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫറിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രയാൻ 3 എന്നുള്ളത് PSC വിട്ടിട്ടില്ല, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14-നാണ്. വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലായിട്ട് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അങ്ങനെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. 1ാമത്തെ രാജ്യം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം റഷ്യയാണ്. 2ാമത്തെ രാജ്യം USA-യും 3ാമത്തെ രാജ്യം ചൈനയുമാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഇടത്തെ ശിവശക്തി പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ശിവശക്തി പോയിന്റ് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാർസിനസ് C, സിംബോലിയസ് N. ചന്ദ്രയാൻ 3-ന് ഒരു ലാൻഡറും റോവറുമാണുള്ളത്. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. വിക്രമിന് 4 പേലോഡുകളാണുള്ളത്. രംഭ LP, ചസ്തെ, ഇൽസ, LRA. LRA നാസയുടേതാണ്. ഇതിൽ രംഭ LP ചന്ദ്ര ഉപരിതലത്തിലുള്ള പ്ലാസ്മ സാന്ദ്രത അതുപോലെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ്. ചസ്തെ ചന്ദ്രൻ്റെ പോളാർ റീജിയന് സമീപത്തിലുള്ള ചന്ദ്രോപരിതലത്തിലുള്ള രാസവസ്തുക്കൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് അവിടെയുള്ള താപവ്യതിയാനങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനും വേണ്ടിയുള്ളതാണ്. ഇൽസ ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലുള്ള പ്രകമ്പനങ്ങൾ അളക്കുകയും അതുപോലെ പ്രതലത്തിൻ്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്.
റോവറിന് 2 പേലോഡുകളാണുള്ളത്, ലിപ്സും അതുപോലെ ആപ്സും. ലിപ്സ് എന്നത് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നുള്ളതാണ് ഫുൾ ഫോം. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ഇത് ശരിക്കും എന്തിനാണ്? ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള മണ്ണിൻ്റെ പാറയുടെയൊക്കെ മൂലഘടന നിർണ്ണയിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പം അത് ആദ്യം കണ്ടെത്തിയത് സൾഫറിൻ്റെ സാന്നിധ്യമാണ്, ചന്ദ്രോപരിതലത്തിലെ സൾഫറിൻ്റെ സാന്നിധ്യമാണ്. ഇനി ആപ്സ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, അത് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും അതുപോലെ ധാതുഘടനയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ലാൻഡറും റോവറും കൂടാതെ ചന്ദ്രയാൻ 3 ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഷെയ്പ്പ് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേലാണ്, മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, നാസ. നാസയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ആണ് ആൻസർ, ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, വി സുനിൽകുമാർ ആണ്. അങ്ങനെയെങ്കിൽ PT ഉഷ ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് PT ഉഷയാണ്. ഇനി ഓപ്ഷനിൽ ക്രിസ്റ്റി കവൻട്രി ഉണ്ട്. ക്രിസ്റ്റി കവൻട്രി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻ്റാണ്. പിന്നെയുള്ള ഓപ്ഷന് യു ഷറഫ് അലി ആണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് യു ഷറഫ് അലി. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്? ഓപ്ഷൻ സി ഐരാവതാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ECube ആണ്. നമുക്ക് ഓപ്ഷൻസ് ഓരോന്നും നോക്കാം. ആദ്യം നോക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് ആണ്. വിദ്യാർത്ഥികൾക്ക് IT അധിഷ്ഠിത വിഷയങ്ങളിൽ പരിശീലനം നൽകുക, അതുപോലെ IT മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്തുക, സൈബർ സുരക്ഷ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ അറിവ് നൽകുക, വിദ്യാർത്ഥികളിൽ ഡിജിറ്റൽ സാക്ഷരത വളർത്തുക. ഈ ലക്ഷ്യങ്ങളോടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന IT ക്ലബ്ബാണ്. ലിറ്റിൽ കൈറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന IT ക്ലബ്ബാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കൂട്ടായ്മയാണ്. കുട്ടികളിലെ വിവരസാങ്കേതിക വിദ്യയോടുള്ള അഭിരുചി വളർത്താനും IT മേഖലയിൽ അവർക്ക് പരിശീലനം നൽകാനുമായിട്ട് ലക്ഷ്യമിടുന്നു. അടുത്തത് സമന്വയെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിലെ സ്വകാര്യ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ജീവനക്കാരുടെ നിയമന അംഗീകാര നടപടികൾ, സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തിക നിർണയം, സ്വകാര്യ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ജീവനക്കാരുടെ നിയമന അംഗീകാര നടപടികൾ, അതുപോലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തിക നിർണയം എന്നിവ ഓൺലൈനായിട്ട് നടത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് മുഖേന തുടങ്ങിയ സോഫ്റ്റ്വെയർ ആണ് സമന്വയ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് മുഖേന തുടങ്ങിയ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സമന്വയ. ഇനി സമന്വയ പദ്ധതിയുമുണ്ട്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡറുകളുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ്, അത് ഓർത്തിരിക്കുക. ഇനി പറയുന്നത് കൂളാണ്. കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് കൂളിൻ്റെ പൂർണ്ണരൂപം. KOOL, കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിശീലനവും കോഴ്സുകളും നൽകുന്നതിന് വേണ്ടി കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് കൂൾ. അപ്പം കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കൂൾ എന്ന് ഓർക്കുക. എന്തിനു വേണ്ടിയാണ്? അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിശീലനവും കോഴ്സുകളും നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇനി കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഒന്ന് ഓർത്തിരിക്കുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2024 രസാന്തര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് എന്നാണ് ചോദ്യം. ഡേവിഡ് ബേക്കറിനാണ്. 3 പേർക്കാണ് 2024 രസാന്തര നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. ഡേവിഡ് ബേക്കറിന്, അതുപോലെ ഡെമിസ് ഹസബീസ്, ജോൺ ജമ്പർ. ഇതിൽ ഡേവിഡ് ബേക്കറിന്
കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനു വേണ്ടിയാണ് ലഭിച്ചത്. ഡെമിസ് ഹസബീസിനും ജോൺ ജമ്പറിനും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിന് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിന് ഡെമിസ് ഹസബീസിനും ജോൺ ജമ്പറിനുമാണ് പുരസ്കാരം ലഭിച്ചത്. ഇവിടെ മറ്റൊരു ഓപ്ഷനും കൂടെ കാണാം, വിക്ടർ ആംബ്രോസ്. 2024 മെഡിസിനുള്ള പുരസ്കാരം നേടിയ 2 പേരാണ് വിക്ടർ ആംബ്രോസും ഗാരി റവ്കനും. ഇവർക്ക് മൈക്രോ RNAയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. മൈക്രോ RNAയുടെ കണ്ടെത്തലിന് അതുപോലെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNAയുടെ പങ്കും കണ്ടെത്തിയതിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ആണ് ആൻസർ, IUCN ആണ്. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. വിക്രം മിശ്രിയാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വിനയ് മോഹൻ ക്വാത്ര, അതുപോലെ വിജയ് കേശവ് ഗോഖലെ, ഇവർ രണ്ടുപേരും മുൻപ് വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് ഇരുന്നവരാണ്. വിനയ് മോഹൻ ക്വാത്ര വിക്രം മിശ്രിക്ക് തൊട്ടു മുന്നേ 34ാമത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. വിക്രം മിശ്രി ഇപ്പോൾ 35ാമത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇനി എസ് ജയശങ്കർ ആരാണ്? കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ്. അത് നമുക്കറിയാമല്ലോ, കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണ്. വിനയ് മോഹൻ ക്വാത്രയെ പറ്റി ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. 34ാമത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ അമേരിക്കയിലെ അംബാസഡറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഉള്ള പദ്ധതിയാണ്. അത് സാമൂഹ്യനീതി വകുപ്പാണ് നടപ്പിലാക്കുന്നത്, പ്രചോദനം പദ്ധതി. ഇനി മന്ദഹാസം പദ്ധതി. 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ്. ഇനി അടുത്തത് എന്താണ്? പ്രതിഭ പദ്ധതിയാണ്. അത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വിവിധ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കി സാമൂഹ്യ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി. അടുത്തത് പരിണയം പദ്ധതിയാണ്. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. കേരള സർക്കാർ ഇതിനു വേണ്ടി ഒറ്റത്തവണയായിട്ട് 30,000 രൂപയാണ് നൽകുന്നത്. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ന്യൂഡൽഹിയാണ്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ് കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടും വരിക. അപ്പോൾ നിലവിൽ ആരാണ് കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? എ ഷാജഹാനാണ്. അപ്പോൾ അദ്ദേഹമാണ് കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും. ഇനി ബാക്കി ഓപ്ഷൻസിൽ രത്തൻ യു കേൽക്കർ ഉണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു കേൽക്കർ. ബാക്കി 2 ഓപ്ഷനും അത്ര പ്രാധാന്യമുള്ളതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? 2025 IPL ക്രിക്കറ്റ് മത്സരം നടന്ന നഗരം അഹമ്മദാബാദാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2025 മിസ് വേൾഡ് മത്സരം നടന്നതും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഹൈദരാബാദിലാണ് നടന്നത്. 72ാമത്തെ എഡിഷനായിരുന്നു. 2025 മിസ് വേൾഡായിട്ട് തിരഞ്ഞെടുത്തത് സുജാത ചുവാങ്ശ്രീയാണ്. തായ്ലൻഡുകാരിയാണ് എന്ന് ഓർക്കുക. ഒന്നുകൂടെ പറയാം, 2025 മിസ് വേൾഡായിട്ട് തിരഞ്ഞെടുത്തത് സുജാത ചുവാങ്ശ്രീ, തായ്ലൻഡുകാരിയാണ്. 2024 മിസ് വേൾഡ് ആയത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്.
ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ചെനാബ് പാലമാണ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും. ചെനാബ് നദി നമുക്കറിയാമല്ലോ. ചെനാബ് നദിക്ക് കുറുകെ ആയിരിക്കുമല്ലോ ചെനാബ് പാലം ഉണ്ടായിരിക്കുക. അപ്പം ഉത്തരം അറിയാത്തവർക്ക് പോലും ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ഗസ് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? ഉക്രൈൻ പ്രസിഡന്റ് ഓപ്ഷൻ സി വ്ളാഡിമിർ സെലൻസ്കി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖിൻ്റെ ഹെഡ് ലാമ്പ് എന്ന ചെറുകഥയ്ക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഈ ഒരു ചെറുകഥ കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദീപ ബക്ഷിയാണ്. അരുന്ധതി റോയ് ഓപ്ഷനിലുണ്ട്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. 1997 ലഭിക്കുന്നത്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കാണ്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് പൃഥ്വിരാജിനും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഉർവശിക്കുമായിരുന്നു. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ്. അത് ശരിയാണ്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ബ്ലെസ്സിക്കാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആടുജീവിതം സംവിധാനം ചെയ്തതിനാണ് ബ്ലെസ്സിക്ക് അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ ആടുജീവിതത്തിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് അവാർഡ് ലഭിക്കുന്നത്. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർക്കാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ശരിയാണ്. 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇവിടെ 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? 2025 മെയ് 2 ആണ് ആൻസർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 മുന്ദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞമാണ് എന്നോർക്കുക. അതുപോലെ കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെക്കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും വിഴിഞ്ഞത്താണ്. അപ്പോൾ അങ്ങനെ 2 ഫാക്ട്സ് ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം. മുന്ദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിലെ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖമാണ്. അതുപോലെ കടലേറ്റത്തിന് കാരണമാകുന്ന തിരമാലകളെക്കുറിച്ച് പഠിക്കാനും കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമുള്ള പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും വിഴിഞ്ഞത്താണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. JD വാൻസ്. 2027 ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സൗദി അറേബ്യയിലെ റിയാദിലാണ് 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കാൻ പോകുന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗമാണ്. അമേരിക്കൻ സിനിമാ നടനാണ് വാൽ കിൽമർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിനാണ് ലഭിച്ചത്. ഇനി ഓപ്ഷൻസ് നോക്കാം. NS മാധവന് 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. അശോകൻ ചരുവിൽ അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിന് 2024 വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. എം കെ സാനുവിന് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. അതുപോലെ 2024 എം കെ സാനുവിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. എം കെ സാനു അവാർഡ്. അത് ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്.
2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് NVS-02 ആണ്. ISROയുടെ 100ാമത്തെ ദൗത്യമാണ്. ലോഞ്ചിങ് വെഹിക്കിൾ GSLV F-15 ആയിരുന്നു. വിക്ഷേപിച്ചത് 2025 ജനുവരി 29 അടുത്ത ഓപ്ഷൻ പ്രോബ 3 ആണ്. പ്രോബ 3 വിക്ഷേപിക്കുന്നത് 2024 ഡിസംബർ 5 2 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് പറന്ന് കൃത്രിമ സൂര്യഗ്രഹണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ്റെ കൊറോണയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയാണ് പ്രോബ 3 വിക്ഷേപിച്ചത്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസ് ആണ്. മറ്റൊരു ചോദ്യം PSC ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്. മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നൃത്തം. കഥക് കലാകാരിയാണ് കുമുദിനി രജനീകാന്ത്. 2025 പത്മവിഭൂഷൺ നേടിയ മറ്റ് വ്യക്തികളെ കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്നും പത്മവിഭൂഷൺ ലഭിച്ച ഒരേ ഒരു വ്യക്തി MT വാസുദേവൻ നായരാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ്. അതുപോലെ ജഗദീഷ് സിംഗ് കേഹാർ നമ്മുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന വ്യക്തിയാണ്. ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിനാണ് മേഖല. ഒസാമു സുസുക്കി ജപ്പാനാണ് സ്വദേശം. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചത്. പിന്നെ ശാരദ സിൻഹ ഗായികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A. ജയതിലകാണ്. ശാരദ മുരളീധരന് ശേഷം ചുമതലയേറ്റ വ്യക്തിയാണ് A. ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് 2025 ഏപ്രിൽ 22 പിന്നീട് അതിന് തിരിച്ചടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയ് 7 ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നൽകിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.